ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങും. VSനെതിരെ കോടതി. സർപ്പത്തെ കാണുമ്പോൾ അറച്ചു നിൽക്കുന്ന പോലെ തന്നെ എന്തോ കോടതി ഭയപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് ഹൈക്കോടതിയുടെ ശകാരം. ജനങ്ങളുടെ കയ്യടി വാങ്ങാൻ VS അച്യുതാനന്ദൻ വേറെ വഴി നോക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. നിയമപരിജ്ഞാനമില്ലാതെ പ്രസ്താവനകൾ ഇറക്കുന്നത് മോശമാണെന്നും ഹൈക്കോടതി വിമർശിച്ചു. സലിം രാജിനെതിരായ ഭൂമി തട്ടിപ്പ് കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരാമർശം. ഭൂമി തട്ടിപ്പിൽ ശരിയായ നടപടിയെടുക്കുന്നതിൽ റവന്യൂ വകുപ്പ് വീഴ്ച വരുത്തിയതായും കോടതി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം കടകംപള്ളി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കോടതിയെ വിമർശിച്ചിരുന്നു. സ്വാധീന ശക്തിയുള്ള ആളുകൾ എന്നല്ലാതെ അവരാര് എന്ന് പറയുന്നില്ല. ഉമ്മൻചാണ്ടി, മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നില്ല. കോടതി തന്നെ വലിയ സർപ്പത്തെ കാണുമ്പോൾ അറച്ചു നിൽക്കുന്ന പോലെ തന്നെ എന്തോ കോടതി ഭയപ്പെടുകയാണ്. ഇതിനു മറുപടിയായാണ് കോടതിയുടെ പരാമർശം. VS അച്യുതാനന്ദൻ ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്ന് കോടതി ചോദിച്ചു. വയസ്സായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ നേരിട്ട് വന്ന് പഠിക്കണം. കോടതിക്ക് ആരോടും വിധേയത്വമില്ലെന്നും ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദ് പറഞ്ഞു. സലിം രാജിന്റെ ഫോൺ രേഖകൾ നഷ്ടപ്പെടുത്തരുതെന്ന് കാണിച്ച് കടകംപള്ളി സ്വദേശി പ്രേംചന്ദ് ആർ നായർ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. VSന്റെ കടകംപള്ളി സന്ദർശനം അഭിഭാഷകർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും കോടതി വിമർശിച്ചു. കേസുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് ഗുരുതരമായ വീഴ്ചയാണ് വരുത്തിയത്. സലിം രാജ് ഉൾപ്പെട്ട കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസ് വിജിലൻസ് അന്വേഷിക്കണം. 3 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സലിം രാജിന്റെ 2011 മുതൽക്കുള്ള ഫോൺ രേഖകൾ സൂക്ഷിച്ചു വയ്ക്കാൻ BSNLനും കോടതി നിർദ്ദേശം നൽകി. മീഡിയ 1 കൊച്ചി. ഹൈക്കോടതിയുടെ പരാമർശത്തിന് VSന്റെ മറുപടി. താൻ പറഞ്ഞത് കോടതി തെറ്റായി ധരിച്ചതാണെന്ന് VS അച്യുതാനന്ദൻ പ്രതികരിച്ചു. 70 വർഷമായി താൻ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. അതാണ് തന്റെ വിദ്യാഭ്യാസം. അതിലുപരിയായി ആരുടെ ഉപദേശവും സ്വീകരിക്കില്ലെന്നും VS പറഞ്ഞു. കോടതി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ നിലയിൽ ധരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശനമാണ്. കോടതി എൻ്റെ വിദ്യാഭ്യാസ കാര്യത്തെ സംബന്ധിച്ചെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ ഈ 10-70 കൊല്ലമായി നാട്ടിലെ ജനങ്ങളുടെ കൂടെ കഴിയുന്നവനാണ്. ആ ജനങ്ങളിൽ നിന്നുള്ള പഠനമാണ് എൻ്റെ വിദ്യാഭ്യാസം. അതിൽ കൂടുതലാരിൽ നിന്നെങ്കിലും എന്തെങ്കിലും കൂടുതലായി പഠിക്കാൻ ഞാൻ ഇപ്പോഴും ഉദ്ദേശിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, സാമൂഹ്യ നിരീക്ഷകരായ CR നീലകണ്ഠൻ, NM പിയേഴ്സൺ എന്നിവർ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കുചേരും. കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനിലേക്ക്. VS അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയോട് സാധാരണ നിലയ്ക്ക് കോടതികൾ അല്ലെങ്കിൽ ജഡ്ജിമാർ പ്രതികരിക്കുന്ന രീതിയിലാണോ ഇന്ന് കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ? അസാധാരണമായിട്ടുള്ള പരാമർശമാണ്. അങ്ങനെ പരാമർശം ഉണ്ടായത് വളരെ അനുചിതമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇത്രയും കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. കോടതിക്ക് പുറത്തു നിന്ന് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞേക്കാം. അതിനെല്ലാം ഏറ്റുപിടിക്കേണ്ട ചുമതല ജഡ്ജിമാർക്കില്ല. എന്തെങ്കിലും കോടതിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നാൽ അതിന് നിയമപരമായ നടപടി കോടതി അലക്ഷ്യത്തിലൂടെ എടുക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, സാധാരണ നിലയ്ക്ക് ഇത്തരം പരാമർശങ്ങളുടെ കാര്യത്തിൽ കോടതി അലക്ഷ്യ നടപടികൾ കോടതികൾ സ്വമേധയാ സ്വീകരിക്കാറുണ്ട്. അതല്ലേ യഥാർത്ഥത്തിലുള്ള നടപടിക്രമം? അതിനപ്പുറത്ത് പരാമർശങ്ങൾ തുറന്ന കോടതിയിൽ നടത്തുമ്പോൾ അത് പരാമർശങ്ങൾ വിമർശനം ഉന്നയിച്ച ആൾക്ക് നേരിട്ട് മറുപടി നൽകുക എന്ന ഒരു രീതിയിലല്ലേ കാണേണ്ടി വരിക? അങ്ങനെ നേരിട്ട് മറുപടി നൽകുന്ന ഒരു കീഴ്വഴക്കം കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കാര്യം കോടതികളിൽ എപ്പോഴും
അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിന് വേണ്ടി ഇരിക്കുന്നതാണ്, നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കോടതി. അപ്പോൾ അത് കോടതി വളരെ നിർഭയമായി നീതി നടപ്പാക്കുമ്പോൾ പല തീരുമാനങ്ങളും കോടതിക്ക് എടുക്കേണ്ടി വരും. അത് കോടതിയുടെ മുമ്പിലുള്ള റെക്കോർഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, രേഖകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിന് പുറത്തുനിന്ന് അതിനെക്കുറിച്ച് നേരിട്ട് അറിയാൻ വയ്യാത്ത ആളുകൾ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിരിക്കും. ഇതിനെല്ലാം ഉത്തരം പറയേണ്ട ചുമതല ഹൈക്കോടതി ജഡ്ജിമാർക്കില്ല. അവരതിന് ഉത്തരം പറയേണ്ട കാര്യവുമില്ല. റൈറ്റ്, തിരികെ താങ്കളിലേക്ക്. NM പിയേഴ്സൺ, കോടതി ഈ പ്രസ്താവന നടത്തുന്നതിന് തൊട്ടു മുമ്പത്തെ വാചകം ഇതാണ്: രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി കോടതിയെ കരുവാക്കരുത്. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ്റെ പ്രസ്താവന ജനങ്ങളുടെ കൈയടി വാങ്ങാൻ വേണ്ടി കൂടിയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കാം. യഥാർത്ഥത്തിൽ സലിംരാജ് വിഷയത്തിൽ കോടതി നടപടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം VS ഉണ്ടായിരുന്നെങ്കിൽ ആ കേസിൽ കക്ഷി ചേർന്ന് കോടതിയിലായിരുന്നില്ലേ അത് ബോധിപ്പിക്കേണ്ടത്? ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം കോടതി എന്ന് പറയുന്നതല്ല പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണം, ജനങ്ങളുടെ മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കോടതി ഇത്തരം കാര്യങ്ങളിൽ എടുത്ത നിലപാടുകളും അതുപോലെ അഭിപ്രായ പ്രകടനങ്ങളും എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം കോടതിയെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമീപനം വളരെ ഫാസിസ്റ്റ് ആയിട്ടുള്ള സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള സമീപനത്തിൻ്റെ തന്നെ ഒരു പ്രകടനമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. അഭിപ്രായ പ്രകടനം നടത്തുകയും വിമർശനം നടത്തുകയും ചെയ്യുന്ന സമയത്ത് ആ വിമർശനത്തിനകത്ത് കമ്പുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, VSനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് സംസാരിക്കുന്ന കോടതി ചെയ്യുന്നത് എന്താണ് എന്ന് അറിയാൻ പാടില്ലാതെയുള്ള അഭിപ്രായ പ്രകടനമാണ് നടത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേടിയ പാഠം എന്ന് പറയുന്നത് ലോകത്തുള്ള ഒരു സർവകലാശാലക്കും സംഭാവന ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും അവരുടെ ഒപ്പം നിന്ന് അവരുടെ കൂടെ നടന്ന് ജയിലിൽ കിടന്ന് പോരാടി വലിയ ത്യാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു അറിവാണ്. ആ അറിവ് നൽകാനായിട്ട് ഈ കോടതിക്കോ കോടതിയുടെ ജഡ്ജിക്കോ കഴിയുമോ? റൈറ്റ്. NM പിയേഴ്സൺ, തിരിച്ചു വരാം. ശൂരനാട് രാജശേഖരൻ, ഇവിടെ കോടതിയുടെ നടപടികൾ വിമർശിക്കപ്പെടുന്നുണ്ട്. VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയെ ഭയന്ന് കോടതി അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ മടിക്കുന്നു എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. അതിനെതിരെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായത്. താങ്കൾ എങ്ങനെ കാണുന്നു ഹൈക്കോടതിയുടെ പ്രസ്താവനകളെ? ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഉചിതമാണോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നോട് ഈ ചർച്ചയിൽ മറ്റൊരു സബ്ജക്റ്റാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ ആദ്യം കേൾപ്പിച്ചത് ഒരു വലിയ ഭാഗ്യമായി. കാരണം അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടിയെ എത്ര മോശമായിട്ടാണ് അദ്ദേഹം സംബോധന ചെയ്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി, ഞാനത് ആവർത്തിക്കുന്നില്ല. അത് കഴിഞ്ഞ് കോടതിയെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നീതിപീഠം നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് എല്ലാവരും പറയുമ്പോൾ, ഒരു ഉത്തമ പൗരന്റെ ലക്ഷണം ഉള്ള ഏറ്റവും വലിയ സീനിയറായ രാഷ്ട്രീയ നേതാവ് പറയുന്നത് സർപ്പത്തെ കാണുന്നത് പോലെ ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ കോടതി പേടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, വാസ്തവത്തിൽ പ്രതികരിക്കാൻ എങ്ങനെ പ്രതികരിക്കണം? കോടതിയിൽ അത് ഇതിനെ സംബന്ധിച്ചൊരു കേസ് വന്നപ്പോ അതിന്റെ ഭാഗമായി കോടതി പ്രതികരിച്ചതിൽ എന്താ തെറ്റ്? റൈറ്റ്, ശൂരനാട് രാജശേഖരൻ ദയവായി തുടരുക. CR നീലകണ്ഠൻ, ശൂരനാട് രാജശേഖരൻ സൂചിപ്പിച്ചതിലെ വസ്തുത ഇതാണ്: യഥാർത്ഥത്തിൽ സലിംരാജ് ഉൾപ്പെടെയുള്ള ഭൂമി തട്ടിപ്പ് കേസുകളിൽ കോടതി ഒരുതരം ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് എത്തുന്ന തരത്തിൽ ഉള്ള ഇടപെടലുകളാണ് നടത്തിയത്. ഒരു ഘട്ടത്തിൽ DGPയോട് സലിംരാജിന്റെ ഫോൺ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. ഇത്തരത്തിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ സലിംരാജ് ആരുടെ ബിനാമിയാണ് എന്നുവരെ തുറന്നു ചോദിക്കുന്നു. ഇത്തരത്തിൽ ആ കേസിൽ വളരെ ആക്റ്റീവായി ഇടപെടുന്ന ഒരു കോടതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ കോടതിയെ നേർക്കുനേരെ വിമർശിക്കുന്ന VSന്റെ നടപടി ഉചിതമാണോ? അല്ല, ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കോടതി ഈ അനവസരത്തിലാണ് ഈ പറഞ്ഞതെന്നുള്ള ശ്രീ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണന്റെ അഭിപ്രായത്തോടെ യോജിക്കുന്നു. കോടതിയുടെ മുമ്പിൽ അച്യുതാനന്ദന്റെ പ്രസ്താവന ഒരു വിഷയമേ അല്ല.
പിന്നെ മാത്രമല്ല കോടതി ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ ഏറ്റവും പ്രാഥമികമായ ഒരു സാമൂഹ്യ നീതിയുടെ നിയമമുണ്ട്, സോഷ്യൽ മിനിമം ജസ്റ്റിസ് ഉണ്ട്. അതിലെന്താണ്, പ്രതിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കണം. അത് കേൾക്കാതെയാണ് ഇവിടെ ചെയ്തത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ സൂര്യനാട് രാജശേഖരൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. കോടതിയെ വിമർശിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കോടതിയെ നിശിതമായി വിമർശിക്കാം, കോടതിക്ക് ജഡ്ജിയെ വിമർശിക്കാൻ പാടില്ല. ഇത് ചെയ്തത് ചില സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് എന്ന് പറയാൻ പാടില്ല എന്നുള്ളൂ. ജഡ്ജി ഇപ്പോൾ താങ്കൾ ചോദിച്ച ജുഡീഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെ കാര്യം എടുക്കുക, വളരെ കൃത്യമാണ്. സലീം രാജ് ആരുടെ ബിനാമിയാണെന്ന് എന്തിനാണ് ചോദിക്കുന്നത്? കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. കാരണം സലീം രാജ് ഇത്രയും കാലം ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്. അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ട് കോടതി ഇടപെട്ടിട്ട് മാത്രമാണ് ആ കേസ് മുമ്പോട്ട് പോയത്. ഞാൻ കോടതിയുടെ അത്രയും ജുഡീഷ്യൽ ആക്ടിവിസ്റ്റത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ വളരെ കൃത്യമായിട്ട് അറിയാം, കേരളത്തിലെ മെഷീനറി മുഴുവൻ ഈ സലീം രാജിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് ആർക്കറിയാത്തത്? ആരാണ് സലീം രാജിനെ സംരക്ഷിക്കുന്നത് ആർക്കാണ് അറിയാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്. നിരവധി കാര്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം നടക്കുന്നത് എന്ന് പറയാൻ കോടതിക്ക് എന്താ പ്രശ്നം? കോടതിക്ക് പറയാമായിരുന്നല്ലോ. അത് പറഞ്ഞിരുന്നെങ്കിൽ VS ഒരു കാര്യവും പറയില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിൽ പങ്കുണ്ടോ എന്ന് പറയണമെന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആയിരുന്ന ഒരാൾ ഇത്രയും കാലം അവിടെ ഇരുന്നു കൊണ്ട് ഇത്രയും വലിയ ചതി, അഴിമതി, വഞ്ചന, തട്ടിപ്പ് മുതലായ കാര്യങ്ങൾ ചെയ്തുവെന്ന്, IPCയുടെ നിരവധി നിയമങ്ങൾ ലംഘിച്ചുവെന്ന്, അതും പോലീസുകാരനായിരുന്ന ഒരാൾ ലംഘിച്ചുവെന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നൊന്ന് പറയാത്തത് എന്തേ എന്ന് VS ചോദിച്ചുള്ളൂ. അതെന്തിനാ പേടി? ആ ചോദ്യം സാധാരണ മനുഷ്യന്റെ ഉള്ളിലുള്ള ചോദ്യമാണ്. ശ്രീ CR നീലകണ്ഠൻ, അത് സാധാരണക്കാരുടെ ഉള്ളിലുള്ള ചോദ്യമായിരിക്കാം. പക്ഷേ കോടതി ഇത്തരത്തിൽ പറയണം എന്ന് നിർബന്ധം പിടിക്കാൻ ആർക്കും കഴിയില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന വളരെ മുതിർന്ന രാഷ്ട്രീയ സാമൂഹിക പരിചയമുള്ള VSനെ പോലെ ഉന്നതനായ ഒരു നേതാവ്. അങ്ങനെ നിർബന്ധം പിടിക്കാൻ ആർക്കും കഴിയില്ല. അതുമാത്രമല്ല, സർപ്പത്തെ കാണുന്നത് പോലെ കോടതി ഭയക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് കോടതിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമായ ഒരു ഛായയുമുണ്ട്. അല്ല, അവിടെ ഞാൻ പറയാം, കോടതി ആക്ഷേപിക്കുന്നതിന് രണ്ടാമത്തെ ഭാഗത്തിന് ആദ്യം പറയാം. കോടതി ആക്ഷേപിക്കുന്നതിന് ഒരു ഛായ ഉണ്ടെങ്കിൽ കോടതി ചെയ്യേണ്ടത് എന്താ? അതിനനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ ഇനിഷ്യേറ്റ് ചെയ്യണം. കോടതി ഏകപക്ഷീയമായി ചായക്കടയിലിരുന്ന ആളുകൾ അങ്ങോട്ടും പറയുന്നവർ വർത്തമാനം പറയരുത്. പറഞ്ഞതിന് മറുപടി പറയലല്ല. രണ്ടാമത്തെ കാര്യം, ആരെക്കുറിച്ച് അവിടെ പറയുന്നത്? എന്താ ചർച്ച? മുഖ്യമന്ത്രി, ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയിരുന്ന ഒരാളെക്കുറിച്ച്. മുഖ്യമന്ത്രി ഇതിൽ പ്രധാന പങ്കുണ്ട് എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാന നിയമപരമായ സത്യമാണ്, രാഷ്ട്രീയ സത്യമാണ്. ഈ രണ്ട് സത്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്നുള്ള സത്യം മറച്ചു പിടിക്കാൻ കോടതി വ്യഗ്രതപ്പെടുന്നു എന്ന് തോന്നുന്നത് ഒരാൾക്ക് തോന്നിയാൽ, അത് അച്യുതാനന്ദനല്ല, ആർക്ക് തോന്നിയാൽ അത് പറയാം. അതിനൊരു തെറ്റുമില്ല. കോടതിക്ക് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു എന്ന് പറയാം, എനിക്കും പറയാം. കോടതി ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നു എന്ന് പറയാം. ഒരു തെറ്റും അതൊന്നും കോടതി ഇങ്ങനെയല്ല വിധിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കോർട്ട് ലക്ഷ്യമാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്പീലിന് പോകുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ അച്യുതാനന്ദന് ഈ പരാമർശം നീക്കി കിട്ടാൻ നാളെ കോടതി പോവാം. കേരളത്തിൽ നിരവധി അഴിമതി കേസുകളിലും മറ്റ് മനുഷ്യാവകാശ പ്രശ്നങ്ങളിലും പരിസ്ഥിതി വിഷയങ്ങളിലും കോടതിയിൽ പോകുന്ന ആളാണ് അച്യുതാനന്ദൻ എന്ന കാര്യം ഓർക്കുക. അപ്പം അതുകൊണ്ട് VSന് അങ്ങനെ കോടതിക്കെതിരായി നിൽക്കുന്ന ഒരാളല്ല. പക്ഷെ ഇവിടെ കോടതി വളരെ സ്പഷ്ടമായി ചെയ്തു എന്ന് VSന് തോന്നിയാൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇന്ന് നിലവിലുള്ള നിയമപ്രകാരം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. റൈറ്റ്. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, കോടതി വിധിയെ വിമർശിക്കാം, കോടതി വിധിയെ വിമർശിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ വിധി ഉണ്ടായിട്ടില്ല. ചില പരാമർശങ്ങൾ, ഹർജികൾ പരിഗണിക്കുന്ന വേളയിൽ കോടതി നടത്തുന്ന ചില പരാമർശങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അത്തരം പരാമർശങ്ങളോട് പ്രതികരിക്കവെയാണ് VSന്റെ ഭാഗത്തു നിന്ന് കോടതിയുടെ ദൃഷ്ടിയിൽ നോക്കിയാൽ കോടതി അലക്ഷ്യത്തിന് കാരണമായേക്കാവുന്ന അല്ലെങ്കിൽ അവഹേളനാപരം എന്ന് തോന്നാവുന്ന പ്രസ്താവനകൾ ഉണ്ടായത്. അവിടെ ഇത്തരം നിയമപരമായ പരിരക്ഷകൾ, വിധിയെ വിമർശിക്കുന്നതിന് തുല്യമായ നിയമപരമായ പരിരക്ഷകൾ ബാധകമാകുമോ? അല്ല, കോടതിയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പുറത്തു നിന്ന് പറഞ്ഞാൽ അത് കോടതിയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി കോടതി ലക്ഷ്യത്തിലൂടെ എടുക്കാം. റൈറ്റ് ഉണ്ണികൃഷ്ണൻ. NMPSനിലേക്ക് ഒരിക്കൽ കൂടി. NMPSൻ മുൻപ് ഇവിടെ സൂചിപ്പിച്ചു, രാഷ്ട്രീയ പ്രവർത്തകരുടെ പണി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കലാണ് എന്നാണ്, അല്ലാതെ കോടതിയിൽ പോയി ഒരു പരാമർശത്തിനെതിരെ മറുപടി നൽകലോ കക്ഷി ചേരലോ അല്ല എന്നാണ്. VS അച്യുതാനന്ദൻ്റെ പ്രവർത്തന ചരിത്രം പഠിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിസത്തിൽ ഇത്തരത്തിലുള്ള കോടതിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളുടെ ഒരു വലിയ ചരിത്രമുണ്ട്. ആ അർത്ഥത്തിൽ എന്തിനാണ് കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേരുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് നിയമ പോരാട്ടത്തെ ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്?
അല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൽ കക്ഷി ചേരാവുന്നതാണ്. അക്കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറയുന്നത് കോടതിക്കെതിരെ ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ കോടതിക്കെതിരെയുള്ള ഒരു അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് കോടതിയെ ഇതേപോലെ പ്രകോപിപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കോടതിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പരിമിതികളുണ്ട്. കാരണം രാഷ്ട്രീയ നേതാക്കൾക്ക് കോടതിക്കെതിരെ സംസാരിക്കുന്നത് പോലെ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർക്ക് ഒരിക്കൽ പോലും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും മറ്റൊന്നും അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ പ്രത്യേക സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ അവരെ ആ നിയമത്തിനനുസരിച്ചും അവരുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുക. അവർക്കൊരിക്കൽ പോലും ഒരു പരിധി വിട്ട് നിയന്ത്രണ രേഖയ്ക്ക് പുറത്തുള്ള ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് കടക്കാനായിട്ട് കഴിയില്ല എന്ന് നമുക്കറിയാം. കോടതിയിൽ പലതരത്തിലുള്ള ജുഡീഷ്യൽ ആക്ടിവിസമൊക്കെ നടത്തുമ്പോൾ ജനങ്ങൾ കൈയടിക്കാറുണ്ട്. VSന് കിട്ടുന്നത് പോലെയുള്ള കയ്യടികൾ പലപ്പോഴും കോടതിക്കും കോടതിയിലെ ജഡ്ജിമാർക്കും കിട്ടാറുണ്ട്. അപ്പോൾ അവരൊക്കെ പക്ഷേ കയ്യടിക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്ന കാര്യമല്ല അത്. വളരെ ജെന്യുവനായിട്ടുള്ള ചില കാര്യങ്ങളിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തുകയും ആ അഭിപ്രായം ജനങ്ങൾക്ക് സ്വീകാര്യമായി തീരുകയും ചെയ്യുന്ന സമയത്താണ് ജനങ്ങൾ വലിയ ശബ്ദത്തിൽ കയ്യടിക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ പോലെ തന്നെ ജഡ്ജിമാർ തിരിച്ച് പ്രതികരിക്കാൻ പാടുണ്ടോ എന്ന് പറയുന്ന ഒരു ന്യായ വിചാരണയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമുക്ക് അത് പാടില്ല എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് കഴിയുന്നത്. ഒരു മുഖ്യമന്ത്രി ആയിരുന്ന, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദനെ പോലുള്ള ഒരാൾ ഇതേപോലെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷയോ അദ്ദേഹത്തിൻ്റെ ശൈലിയോ ഇനി നമുക്ക് തിരുത്താൻ പറ്റാത്ത അത്രമാത്രം അദ്ദേഹം പ്രായാധിക്യത്തിലെത്തി എന്നുള്ള കാര്യം ഈ കേരളത്തിന് മുഴുവൻ അറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുടെ അന്തസാരം എന്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നായാൽ പോലും അതേപോലെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നാലും ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. റൈറ്റ്, ബി എസ് തിരികെത്താം. സിയർ നീലകണ്ഠൻ, കോടതിയുടെ ഒരു ചോദ്യമുണ്ട്. സലീം രാജ് ആരുടെ ബിനാമി എന്ന് ചോദിച്ചപ്പോൾ അതിനോട് ഗവൺമെൻറ് ചീഫ് PC ജോർജ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഇത്തരം പരാമർശങ്ങൾ കേസിൻ്റെ വിചാരണാവേളയിലും മറ്റും ധാരാളമായി ഉണ്ടാവും, പക്ഷേ കോടതി വിധി ഇതിന് എതിരായി വരികയും ചെയ്യും. പക്ഷേ PC ജോർജിൻ്റെ ഇത്തരത്തിലുള്ള പരാമർശത്തോട് കോടതി അസഹിഷ്ണുത കാണിച്ചില്ല. എന്തുകൊണ്ടാണ് VSനോട് മാത്രം കോടതിയുടെ ഒരുതരം പൂർവ്വമെന്ന് തോന്നുന്ന ഈ പരാമർശം? അല്ല, PC ജോർജിന് പറയാം. PC ജോർജിന്റെ പ്രസ്താവന ചിലപ്പോൾ കോടതി ഇത്ര ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാവില്ല. അതെനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. PC ജോർജിനെയും VSനെയും ഒരുപോലെ ആവില്ല കോടതി. പക്ഷെ ഇവിടെ കോടതി 2-3 കാര്യങ്ങൾ കോടതിയുടെ നിലപാടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം, ഒരാളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച ചോദ്യം. അത് കോടതി ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം മഹാത്മജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോളേജിൽ പഠിച്ചതല്ല എൻ്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസം, ഞാൻ കോളേജിന് പുറത്താണ് എൻ്റെ വിദ്യാഭ്യാസം മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. സാമൂഹ്യ പ്രവർത്തകരെല്ലാം അങ്ങനെ തന്നെയാണ് കോളേജ്. അപ്പോൾ അതൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, PC ജോർജ് പറഞ്ഞ മറുപടി ഒരു പക്ഷേ കോടതിക്ക് സ്വീകാര്യമായേക്കാം, എനിക്കറിയില്ല. കോടതിയുടെ നിലപാടാതായിരിക്കാം, അതുകൊണ്ട് കോടതി എതിർത്തില്ല എന്ന് വരാം. നേരെ മറിച്ച് VS പറഞ്ഞതിൻ്റെ നിലപാട് കോടതിക്ക് വിരുദ്ധമായേക്കാം, കോടതിയുടെ ഉള്ളിലുള്ള കാര്യം എനിക്കറിയില്ല. കോടതി അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അപ്പം തീർച്ചയായിട്ടും നേരത്തെ പിയേഴ്സൺ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. കോടതിയുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. കോടതിയുടെ അഭിപ്രായം ഇങ്ങനെ പുറത്തേക്ക് വരുന്നതിൽ തന്നെ ശരിയാണോ? കാരണം ഒരു തെളിവ് കിട്ടുമ്പോൾ ഉടനെ തന്നെ കോടതിയുടെ അഭിപ്രായം പറയാം, വേറൊരു അഭിപ്രായം പറയാം. അങ്ങനെ കോടതി പറയുന്നത് ശരിയാണോ? ഇനി VS കക്ഷി ചേരുന്ന കാര്യം താങ്കൾ നേരത്തെ ചോദിച്ചു, എനിക്ക് അതിനൊരു വാക്ക് പറയാനുണ്ട്. VS എപ്പോഴാണ് കക്ഷി ചേരേണ്ടതെന്നൊക്കെ VS തീരുമാനിക്കും. ഇപ്പോഴത്തെ എല്ലാ കക്ഷികളിലും ആദ്യം ഉടനെ തന്നെ കയറി കക്ഷി ചേരേണ്ടതില്ല. കക്ഷി ചേരേണ്ട സമയത്ത് കക്ഷി ചേരാനൊക്കെ VSന് അസലായിട്ട് അറിയാം. ആ സമയത്ത് കക്ഷി ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ നിരവധി കേസുകളിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസിലും തക്ക സമയത്ത് ആവശ്യമെങ്കിൽ VS കക്ഷി ചേരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇന്ന് കോടതി നടത്തിയ പരാമർശങ്ങളിൽ പ്രധാനമായി പറഞ്ഞൊരു കാര്യം VS കയ്യടി നേടാൻ വേണ്ടി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു എന്നതാണ്. ഇപ്പോൾ ഹൈക്കോടതി VSനെ വിമർശിക്കുമ്പോൾ കയ്യടി നേടാൻ ഹൈക്കോടതിയും ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം ഉയരുന്നു. മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന പ്രചാരണം അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന പ്രശസ്തി, ഇതൊക്കെ ജഡ്ജിമാരെ കൂടി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് വിവാദ വിഷയമായ കേസുകളിലൊക്കെ അതിൻ്റെ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി നിരീക്ഷണങ്ങൾ കോടതികളുടെ ഭാഗത്തു നിന്നായി വരുന്നു. അതൊക്കെ വലിയ വാർത്തകളും ചർച്ചകളും ഒക്കെയായി മാറുന്നു. അല്ല, ഇത് ഈ കോടതിയിൽ ഒരു കേസ് വിചാരണ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ കോടതിയിലിരിക്കുന്ന ജഡ്ജിന് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വാദിയുടെയും എതിർകക്ഷിയുടെയും വക്കീലുമായി പല സംഭാഷണങ്ങളും ഉണ്ടാകാം. അത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ
മീഡിയ ഇത്രയും കൂടുതൽ വികസിച്ചപ്പോഴാണ് ഇതെല്ലാം പുറത്തു വന്നു തുടങ്ങുന്നത്. നേരത്തെയും ഇതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകളും എല്ലാം കോടതിയിൽ നടന്നെങ്കിൽ മാത്രമേ, ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു ശരിയായ രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴും അഭിപ്രായ പ്രകടനങ്ങൾ എല്ലാ ജഡ്ജിമാർക്കും നടത്താം. ഓരോ കേസിനെ പറ്റി ആ കേസിൻ്റെ ഓരോ രേഖകൾ പരിശോധിക്കുമ്പോൾ പോലും അത് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുമ്പോഴല്ലേ അതിൻ്റെ മറുപടി വക്കീലന്മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം വരാം. പക്ഷേ അത് ഏത് തലം വരെ ആകണം എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്, അത് ജഡ്ജിമാരും ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു സാധാരണക്കാരൻ പറയുന്ന, അതായത് കോടതിക്ക് പുറത്ത് ഒരു സാധാരണക്കാരൻ പറയേണ്ട ലെവലിലേക്ക് ഒരിക്കലും താഴ്ന്നു വരാൻ ഒരു ജഡ്ജിക്ക് പറ്റില്ല, അങ്ങനെ വരാൻ പാടില്ല. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇന്ന് അദ്ദേഹം പറഞ്ഞത് അഭിപ്രായങ്ങൾ അനുചിതമായി പോയി. കോടതിക്കകത്താണ് പറഞ്ഞതെങ്കിലും കോടതിക്കകത്ത് പറയാൻ അധികാരമുണ്ടെങ്കിലും പക്ഷേ ഈ നിലവാരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അത് അനുചിതമായി പോയി എന്ന് തന്നെയാണ് അഭിപ്രായം. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഒരു കാര്യം കൂടി, ഇത്തരം നിരീക്ഷണങ്ങൾ സ്വാഭാവികമായി ഒരു കേസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി വാദിഭാഗത്തു നിന്നും പ്രതിഭാഗത്തു നിന്നും ജഡ്ജിമാർ വിശദീകരണം ചോദിക്കുകയും അതിന്മേൽ ചിലപ്പോൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുക പതിവാണ്. മാധ്യമങ്ങൾ കൂടുതലായി മാധ്യമങ്ങളുടെ സാമീപ്യം ഉണ്ടായതുകൊണ്ട് ഇവ ഇപ്പോൾ വാർത്തയാകുന്നു എന്ന് താങ്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തിലപ്പുറം വലുതാക്കി കാണിക്കപ്പെടുന്നുണ്ടോ? അതുകൊണ്ടാണോ ഇത് അടിക്കടി ചർച്ചയും അടിക്കടി വിവാദങ്ങളും ഒക്കെയായി മാറുന്നത്? തീർച്ചയായും മാധ്യമങ്ങൾ അല്പം കൂടി റെസ്ട്രെയിൻറ്റ് പാലിക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ കോടതികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന സംഭാഷണങ്ങൾ എല്ലാം പർവ്വതീകരിച്ച് കാണിക്കുന്നതിൽ മാധ്യമങ്ങളും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഈ കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ഇല അനങ്ങിയാൽ പോലും ഇപ്പോൾ നമ്മൾ ജനങ്ങൾ മൊത്തം അറിയുന്നുണ്ട്. അതൊരു പോസിറ്റീവാണ്. പക്ഷേ അത് ഏതൊക്കെ ആണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് എന്ന് ഓരോ മാധ്യമ പ്രവർത്തകനും തീരുമാനം എടുക്കേണ്ടതാണ്. ഉണ്ണികൃഷ്ണൻ തിരികെത്താം. NM പിയേഴ്സൺ, യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ കോടതിയിലെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശുഷ്കാന്തിയുണ്ട്. ഓരോ ജഡ്ജിയുടെയും പരാമർശങ്ങളെ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൂടുതലായി ജനങ്ങളിലേക്ക് ആ നടപടിക്രമങ്ങൾ മാത്രമല്ല, ആ കേസിൻ്റെ ഉള്ളുകളികൾ കൂടി ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരു കേസിനെ സംബന്ധിച്ച ഏകദേശ ചിത്രം പ്രേക്ഷകർക്ക്, വായനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു നല്ല ബന്ധത്തെയല്ലേ സൃഷ്ടിക്കുന്നത്? പൊതുജനങ്ങളുടെ മുന്നിൽ ഏത് വാർത്തകൾ വരുന്നതും നല്ലത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വാർത്തകളെല്ലാം ജനങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്താണ് അതിൽ ഇടപെടാനും അത് മനസ്സിലാക്കാനുമായിട്ടുള്ള ജനങ്ങളുടെ സാധ്യതകൾ വർദ്ധിക്കുന്നത്. ആ രീതിയിൽ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാവുന്നതാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് തങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ജോലികളെക്കുറിച്ച് ഉത്തരവാദിത്വ ബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കാനായിട്ട് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഔചിത്യത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ടുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. പലപ്പോഴും നമ്മളുടെ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്ക് അത്തരത്തിലുള്ള ഔചിത്യ ബോധമുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാവുന്നതായിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞകാല സംഭവങ്ങൾക്കകത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊരിക്കലും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മാധ്യമങ്ങൾക്ക് ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുക മാത്രമല്ല, അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് വിവേചനപരമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു തോന്നലുണ്ടാക്കാനുള്ള പ്രചോദനം കൂടി യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്കുണ്ടാവണം. വെറുതെ റിപ്പോർട്ടിംഗ് മാത്രമല്ല മാധ്യമങ്ങൾ നടത്തേണ്ടത്. ആ കേസിനെ സംബന്ധിച്ചിടത്തോളമായാലും അതുപോലെ തന്നെ വാർത്തകളെ സംബന്ധിച്ചിടത്തോളമായാലും അതിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള സാധ്യതകളെ ജനകീയമായിട്ടുള്ള തലത്തിൽ നിന്ന്, ജനാധിപത്യപരമായിട്ടുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് ആളുകളുടെ അടുത്തെത്തിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം കൂടി യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്കുണ്ട്. റൈറ്റ്. സൂര്യനാഥ് രാജശേഖരൻ, ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിൻ്റെ ബെഞ്ചിൻ്റെ മുൻപാകെ ചില കേസുകൾ മാറ്റി നൽകിയപ്പോൾ മുതൽ ഇതേക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാവണം ഒരുപക്ഷെ VS അച്യുതാനന്ദൻ്റെ പ്രസ്താവന വന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുണ്ടാകുന്ന വിമർശനങ്ങൾ സ്വാഭാവികമായും രാഷ്ട്രീയ തലത്തിൽ ചർച്ചാ വിഷയമാകും.
അതുകൂടെയല്ലേ UDF-നെ സംബന്ധിച്ച് ഈ കേസിലുള്ള വലിയ താല്പര്യം? ഈ ബെഞ്ച് മാറ്റലും UDF-ഉമായിട്ട് എന്ത് ബന്ധമുള്ളത്? എനിക്ക് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്ത ഒരു വിവാദമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ബെഞ്ച് മാറ്റം അതിൻ്റെതായ ഒരു ടൈം ടേബിളും അതനുസരിച്ച് ചെയ്യാനുള്ള സംവിധാനവും അവിടെയുണ്ട്. അതിൽ UDF-ന് എന്താ ബന്ധമുള്ളതെന്ന് ആർക്കും മനസ്സിലാകാത്ത ഒരു സമസ്യയാണ്. അത് വിവാദമാക്കി കൊണ്ടുവരികയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നുന്ന ഒരു സംശയം, ഈ കോടതിയെ ഫലപ്രദമായി പരാമർശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ LDF-ഉം CPM-ഉം വിചാരിച്ചിരുന്നോ എന്നൊരു സംശയം ഇപ്പൊ ഉടലെടുക്കുന്നുണ്ട്. ഇന്ന് ഈ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് അദ്ദേഹം അത് ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പരാമർശം ഇത്തിരി കടുത്തയായി പോയി എന്നുള്ളത് തന്നെയാണ്. കോടതിയെ പറ്റി അങ്ങനൊരു പരാമർശം വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ കോടതി കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത പാവപ്പെട്ട ആൾക്കാർ പോലും ഇതാണോ കോടതി അങ്ങനെ പേടിക്കുന്നതാണോ? ഇങ്ങനെ പേടിക്കുന്ന ഒരു കോടതിയാണോ കേരളത്തിൽ നിലനിൽക്കുന്നത്? നമ്മുടെ ജനാധിപത്യ വാഴ്ചയും നമ്മുടെ നിയമവാഴ്ചകളെയും ഒക്കെ തകർക്കാൻ പറ്റുന്ന ഒരു പരാമർശമാണ്. അതും ഭരണഘടന സംരക്ഷിക്കേണ്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സൂര്യനാട് രാജശേഖരൻ, ഇവിടെ കോടതി സർപ്പത്തെ കാണുന്നത് പോലെ ഉമ്മൻചാണ്ടിയെ ഭയപ്പെടുന്നു എന്ന് VS പറയുമ്പോൾ അവിടെ കോടതിയുടെ ഭയമല്ല, ഉമ്മൻചാണ്ടിയുടെ കുടില തന്ത്രങ്ങളെ ആയിരിക്കില്ലേ അദ്ദേഹം സാമ്യവൽക്കരിച്ചിട്ടുണ്ടാവുക? അല്ല, ഉമ്മൻചാണ്ടിക്ക് എന്ത് കുടിലതന്ത്രമാണ് ഉള്ളത്? ഉമ്മൻചാണ്ടിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമല്ലേ ഇവിടെയുള്ളത്? എല്ലാവർക്കും അറിയാവുന്ന ഉമ്മൻചാണ്ടിയാണ്. 10-50 വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറുകൊണ്ട് അശരണനായി നിൽക്കുമ്പോഴും അദ്ദേഹം പ്രസംഗ പേടത്തിൽ അപ്പോഴും പറഞ്ഞില്ല. ഇപ്പോ മെഡിക്കൽ കോളേജിൽ വന്ന് ഡോക്ടർമാരെ പരിശോധിക്കുന്ന സമയത്ത് സൂര്യനാട് രാജശേഖരൻ അത്ര സാധു ആയതുകൊണ്ടാണോ DGPക്ക് സലിം രാജിനെ കുറിച്ച് ലഭിച്ച ഒരു പരാതി നേരെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലേക്ക് പോയത്? സാധു എന്ന് ഞാൻ പറഞ്ഞത് ആ രീതിയിൽ പരിഗണിക്കേണ്ട. അങ്ങനെ ഒരു കുടിലതന്ത്രത്തിന്റെ ആളല്ല ഉമ്മൻചാണ്ടി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് വളരെ ദോഷൈകൾക്ക് മാത്രമേ ഉമ്മൻചാണ്ടിയെ പറ്റി അങ്ങനെ ഒരു പദം ഉപയോഗിക്കാൻ പറ്റൂ. റൈറ്റ്. സൂര്യനാട് രാജശേഖരൻ, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, CR നീലകണ്ഠൻ, NM Pearson എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.